ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് ഖത്തറിനോട് ഒരു പ്രത്യേക സ്നേഹം. എല്ലാവർക്കും അറിയാം, 2016-17 കാലഘട്ടത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ ഖത്തറിനെ ഏത് രീതിയിലാണ് ഉപരോധിച്ചിരുന്നത്. ഖത്തറുമായിട്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും വിലക്കി നിർത്തിയിരുന്നത്. ഇതിനെല്ലാം പ്രത്യേക കാരണം ട്രംപ് സൗദി അറേബ്യ വിസിറ്റ് പൂർത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ട് പോയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഖത്തർ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തൽ അമേരിക്കയുടെ പക്കലുണ്ട്. ആ വിഷയത്തിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് ഖത്തറിനെ പൊതുവിൽ ഉപരോധിച്ച് നിർത്തിയിരുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ചെറുതല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അവർ തമ്മിൽ ബന്ധങ്ങളുണ്ടെങ്കിലും, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇടയിൽ ഖത്തറുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിലും, പക്ഷെ അവരുടെ ഉള്ളിൽ ഈ ഒരു വിഷയമുണ്ട്, ഈ ഒരു ഗ്രഡ്ജ് അവിടെ ഉണ്ട്, ഈ ഗ്രഡ്ജ് അവിടെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഖത്തർ സൗദിക്കെതിരെ മത്സരിക്കുന്നു ചോദിച്ചാൽ യെസ്, മത്സരിക്കുന്നുണ്ട്, അതിൽ യാതൊരു മാറ്റമില്ല. ഖത്തർ ആ ഒരു ഏരിയയിൽ ഡോമിനേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, ഖത്തർ ആ ഏരിയയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് മാറണമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പം ഈ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ, പ്രീണനം, ഇതെല്ലാം തന്നെ അമേരിക്കയോട് സൗദി അറേബ്യ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എക്കാലത്തും വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫോർമുല. ആ ഫോർമുല എല്ലാ കാലത്തും വിജയിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത, അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പം ഖത്തറിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഖത്തർ പല രാജ്യങ്ങളും നിങ്ങളെ ഒരു ഈവിൽ പവറായിട്ടാണ് കാണുന്നത്, പക്ഷെ നിങ്ങൾ ഈവിലല്ല, ഒരുപാട് വിഷയങ്ങളിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പല പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തർ അവരുടെ ഫുൾ സപ്പോർട്ട് അമേരിക്കയ്ക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അപ്രിഷിയേഷൻ അർഹിക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുഡ് പാർട്ട്ണറാണ് എന്നാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ഈവിലല്ല, ഗുഡ് പാർട്ട്ണറാണ് എന്നാണ് ഖത്തറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. എന്നോട് ക്ലിപ്പ് ആഡ് ചെയ്യാം, ജസ്റ്റ് ഒരു 4-5 സെക്കൻഡ് ക്ലിപ്പാണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. Excellency Prime Minister Al Thani of Qatar, just a great man, please, a great man and highly respected. And he's working with a man who is amazing. I always say he needs a public relations agency because you do so much good and they have you down as evil. And you're not evil. You help us so much and you're such a good ally. And I just want people to know that. And the Emir is incredible. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് 2016-17 ഡൊണാൾഡ് ട്രംപ് നടത്തിയ സ്റ്റേറ്റ്മെന്റ്, കൃത്യമായിട്ട് 2017 ഡൊണാൾഡ് ട്രംപ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഖത്തറിനെതിരെ Unfortunately, has historically been a funder of terrorism at a very high level. And in the wake of that conference, nations came together and spoke to me about confronting Qatar over its behavior. So we had a decision to make. Do we take the easy road or do we finally take a hard but necessary action? We have to stop the funding of terrorism. The time had come to call on Qatar to end its funding. They have to end that funding and its extremist ideology in terms of funding. Because it is my first duty as president to keep our people safe. Defeating ISIS and other terror organizations is something. To do that, stop funding, stop teaching hate, and stop the killing. ആ സ്റ്റേറ്റ്മെന്റിനും ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ കാലയളവിൽ ഖത്തർ എന്തൊക്കെ ചെയ്തു, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ വായിൽ നിന്നും ഇങ്ങനെ ഞങ്ങളൊരു നല്ല രാജ്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ഇവർ നല്ല രാജ്യമായിട്ട് മാറിയോ? ഇപ്പം ഖത്തർ ആർക്കും ഫണ്ട്, ഇപ്പം ഖത്തർ ഒരു സംഘടനകൾക്കും ഫണ്ട് കൊടുക്കുന്നില്ലേ? ഇപ്പം ബ്രദർഹുഡുമായിട്ട് ഒരു ബന്ധമില്ലേ ഖത്തറിന്? ഇപ്പം അൽ ജസീറ നല്ലതായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ട്രംപ് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്നുള്ളത് വൈറ്റ് ഹൗസിൻ്റെ ഫാക്ട് ഷീറ്റ് തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഖത്തറുമായിട്ട് ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് 2025 ഡൊണാൾഡ് ട്രംപ് പൊസിഷനിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിരിക്കുന്ന കുറേ പദ്ധതികൾ, ആ പദ്ധതികളിൽ എല്ലാം വളരെ വ്യക്തമാണ്. അപ്പോൾ ആ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് ദോഷം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിൽ നോക്കുമ്പോഴത്തേക്കും സൗദി അറേബ്യയ്ക്ക് ഇതൊരു ബാക്ക്ഡ്രോപ്പാണ്. പക്ഷേ സൗദി അറേബ്യയ്ക്ക് വേറൊരു സൊല്യൂഷൻ കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റിംഗ് നടക്കുകയാണ്, സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട ഡ്രാഫ്റ്റിംഗ്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. കാരണം എന്നാൽ മാത്രമേ ഒരു ബാലൻസിങ്, എങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സിൽ അമേരിക്ക ഒരു ബാലൻസിങ് പവറായിട്ട് രണ്ട് രാജ്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പ്രസന്റേഷൻ കഴിയുമ്പോഴത്തേക്കും. ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിൽ നിന്നും പബ്ലിഷ് ചെയ്തിരിക്കുന്ന
ഫാക്ട് ഷീറ്റ് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഖത്തർ US-ന്റെ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോജക്റ്റുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ മില്യൺസ് ഓഫ് അമേരിക്കൻസിന് വെൽ പേയിങ് ജോബ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇത് അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ ഫാക്ട് ഷീറ്റ് പറയുന്നതാണ്. അതായത് 2017 തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു തീവ്രവാദ രാജ്യമാണ് ഖത്തർ എന്ന് പറഞ്ഞ അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഫാക്ട് ഷീറ്റാണ് ഞാനിവിടെ ഡീകോഡ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് എക്സ്പാൻഡ് US എക്സ്പോർട്ട്. US-ന്റെ എക്സ്പോർട്ടിനെ വല്ലാത്ത രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് US-ന്റെ എക്സ്പോർട്ട് ബിസിനസ്സിന് വളരെയധികം സഹായകരമാകുകയാണ് ഖത്തർ. അതായത് ഒരുപാട് സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ഇത് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ബിസിനസ് ഇൻഡസ്ട്രീസിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഖത്തർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ വേറെ ഒരു സൈഡ് ഉണ്ട്. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെയാണ് ഖത്തർ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നത്. അതും ഇതിനകത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ US എയ്ഡിന്റെ സമയത്തുള്ള വീഡിയോയിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ വിഷയം അതല്ല. അമേരിക്ക എന്തുകൊണ്ട് ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഖത്തറിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് എടുത്തിരിക്കുന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. കാരണം അനാവശ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു മൈക്കിന് മുമ്പിൽ വന്നിട്ട് ഖത്തർ നിങ്ങൾ നല്ലവനാണ് വല്ലവനാണെന്ന് പറയത്തില്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞതിന്റെ പുറകിലുള്ള പൊരുൾ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഖത്തർ എനർജിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത്. ഖത്തർ എല്ലാവർക്കും അറിയാം, ലോകത്ത് തന്നെ 3ാമത്തെ നാച്ചുറൽ ഗ്യാസ് റിസർവ് ഉള്ള ഒരു രാജ്യമാണ്. ഖത്തർ മാസീവായിട്ട് അമേരിക്കയുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റുകൾ US-ന്റെ എനർജി സെക്ടറിന് ഒരു ഊർജ്ജം പകരുന്നുണ്ടെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. അമേരിക്കയുടെ നിർണായകമായിട്ടുള്ള വലിയ വലിയ എനർജി കമ്പനികളിലൊക്കെ ഖത്തറിന്റെ പാർട്ട്ണർഷിപ്പ് വളരെ വലുതാണ്. അപ്പോൾ അതായത് ഒരു തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻഡയറക്ട്ലി തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ അമേരിക്കയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ആ കമ്പനികളിൽ ഉണ്ടാക്കുന്ന പൈസ, അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, അപ്പോൾ അതുകൊണ്ട് ഖത്തറിന് ഉണ്ടാകുന്ന പുരോഗതി, ആ പുരോഗതിയിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് ഖത്തർ തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു തരത്തിൽ അമേരിക്കയും ഖത്തറും കൂടി ചേർന്നാണ് തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ മീഡിയേഷന് വേണ്ടിയിട്ട് ഖത്തറിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2019 മുതലേ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഖത്തർ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങിയിരുന്നു. കാരണം 2017 തന്നെ ഉപരോധം വന്ന ഉടനെ തന്നെ ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്വിച്ച് അങ്ങ് ഓൺ ചെയ്ത് അമേരിക്കയിലേക്ക് ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ 2019 മുതലേ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2019 ഖത്തർ എനർജി എന്ന് പറഞ്ഞ കമ്പനി $18 ബില്യൺ ആണ് അമേരിക്കയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. എനർജി മേഖലയിൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. ഈ 18 ബില്യണിൽ 10 ബില്യൺ എക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഗോൾഡൻ പാസ് LNG ടെർമിനലിലാണ് ഖത്തർ ഈ 10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള 8 ബില്യൺ മറ്റൊരു എണ്ണ കമ്പനിയിൽ, ഷെവ്രോൺ ഫിലിപ്പ് കെമിക്കൽസ് എന്ന് പറഞ്ഞ ആ ഒരു ഓയിൽ കമ്പനിയിൽ ഗോൾഡൻ ട്രയാങ്കിൾ പോളിമർ പ്ലാന്റ് എന്ന് പറഞ്ഞ ആ പ്ലാന്റിന്റെ മേലിലാണ് 8 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. 18 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് 2019 സിൻസ് 2019 ഈ കമ്പനിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനിയിൽ വരുന്ന എല്ലാ ലാഭനഷ്ടങ്ങളിലും കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് ഖത്തറിന് ലഭിക്കും. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വൺ വേ അല്ല, അതിന്റെ ഡിവിഡൻഡ് കിട്ടുകയെ. ഈ 2 പ്രോജക്റ്റുകളും ഇത് ഖത്തറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ 2 കമ്പനികളും എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തുടങ്ങിയ പ്രോജക്റ്റുകളാണ് ഈ 2. അതുകൊണ്ടാണ് മറ്റത് ഗോൾഡൻ പാസ് LNG, അതേ പേരിൽ തന്നെ ഗോൾഡൻ ട്രയാങ്കിൾ പോളിമർ പ്ലാന്റ്, രണ്ടിലും ഒരു ഗോൾഡൻ ഉണ്ടല്ലോ. ഈ 2 ഗോൾഡൻ പ്രോജക്റ്റുകളും തുടങ്ങിയത് ഖത്തറിന് വേണ്ടി മാത്രമാണ്. ഈ 2 പ്രോജക്റ്റുകളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സാസ് ഗൾഫ് കോസ്റ്റ്, ടെക്സസിലുള്ള ഗൾഫ് കോസ്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ 2 പ്രോജക്റ്റുകളും. പിന്നെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖത്തർ US-ന്റെ മിലിറ്ററി സാധനങ്ങൾ വാങ്ങിക്കുന്നതിലും US മിലിറ്ററി എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിൽ 12ാമത്തെ സ്ഥാനമാണ് ഖത്തറിനുള്ളത്. ഫോറിൻ മിലിറ്ററി സെയിൽസ് എന്ന് പറയും, FMS. ആ കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 12ാമത്തെ രാജ്യമാണ് ഖത്തർ. നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഡിഫൻസ് എഗ്രിമെന്റ് ഖത്തറും അമേരിക്കയും തമ്മിൽ ഏതാണ്ട് $26 ബില്യൺ വർത്ത് വരുന്ന ഡീലാണ് നിലവിൽ ആക്റ്റീവായിട്ടുള്ളത്. ഇതിലെല്ലാം ഉപരിയാണ് ദ ആർട്ട് ഓഫ് ദ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് റീസെന്റ് ആയിട്ട് ഖത്തർ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു ബോയിങ്ങിന്റെ എയർക്രാഫ്റ്റ് ഒക്കെ ഓഫർ ചെയ്തല്ലോ. ഏതാണ്ട് 1.2 ട്രില്യന്റെ എഗ്രിമെന്റുകളാണ് ട്രംപ് സൈൻ ചെയ്തിട്ട് പോയത്. 1.2 ട്രില്യൺ. ഇതെല്ലാം തന്നെ മെയ്ഡ് ഇൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിൽ ഖത്തർ നിശ്ചിത തോതിലുള്ള ഫണ്ട് പുഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവറോൾ 1.2 ട്രില്യൺ. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് 600 ബില്യൺ ഓഫർ ചെയ്തിരുന്ന സൗദിയിലെ MBS, സൗദി ക്രൗൺ പ്രിൻസ് MBS അമേരിക്കയ്ക്ക് പോയിട്ട് അതിനെ 1 ട്രില്യൺ ആയിട്ട് പ്രഖ്യാപിച്ചത്. കാരണം എന്താണ്? കോമ്പീറ്റ് ചെയ്യാണ്, ഖത്തറുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. ഖത്തർ അത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളതാണ് സൗദിയുടെ നിലപാട്. കാരണം ഈ ഏരിയയിൽ, മിഡിൽ ഈസ്റ്റിലെ ഏരിയയിൽ സൗദിയാണ് ഇവിടുത്തെ രാജാവ്. അപ്പോൾ സൗദിക്ക് അതിൽ കുറച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അഭിമാന പ്രശ്നമാണ്. പക്ഷേ ഖത്തറിന് അത് ചെയ്യാൻ പറ്റും, ഖത്തറിന് വളരെ നിസ്സാരത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ സൗദിക്ക് അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം സൗദിയുടെ എക്കോണമി എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. സൗദി അറേബ്യ 600 ബില്യൺ പ്രഖ്യാപിച്ചു, 1 ട്രില്യൺ ചെയ്യും എന്നുള്ള ഒരു വാഗ്ദാനം, അതിലേക്ക് ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നെങ്കിലും ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നീക്കുപോക്കുകളും മുന്നോട്ട് പോയിട്ടില്ല.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാം, ആദ്യം ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സൗദി രാജാവ് അമേരിക്കയിൽ പോയപ്പോഴത്തേക്കും സൈൻ ചെയ്തിട്ട് വന്നത്. പക്ഷേ അതിലേക്ക് ഇപ്പോൾ ഡ്രാഫ്റ്റ് തയ്യാറാകുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് മാത്രമല്ല, യുറേനിയം എൻറിച്ച്മെന്റ് പ്രോജക്റ്റും കൂടിയാണ് സൗദി അറേബ്യക്ക് കൊടുക്കുന്നത്. ഇത് കോൺട്രാക്റ്റിൽ പറയുന്നില്ല. പക്ഷേ ഇവരുടെ ബാക്ക്ഡോറിൽ നടന്ന ചർച്ചയിൽ സൗദി അറേബ്യയ്ക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ചെയ്യാനുള്ള, യുറേനിയം വാങ്ങിച്ച് എൻറിച്ച്മെന്റ് ചെയ്യാനുള്ള പെർമിഷനും കൂടി കൊടുക്കുന്നുണ്ട് അമേരിക്ക. അവിടെ നിന്നാണ് ഈ ഒരു 600 ബില്യൺ എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് 1 ട്രില്യൺ ആയിട്ട് ഉയർന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഇതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൗദി അറേബ്യക്കെതിരെയും ഖത്തറിനെതിരെയുമുള്ള വിയോജിപ്പ് ഇസ്രായേൽ പലപ്പോഴായിട്ട് രണ്ട് ശൈലിയിലാണ് ഇത് വെളിപ്പെടുത്തുന്നത്. സൗദി അറേബ്യയോടുള്ള വിയോജിപ്പ് ഒരിക്കലും ഇസ്രായേൽ തുറന്നങ്ങ് ഓപ്പൺ ആയിട്ട് പറയാറില്ല. പക്ഷേ ഡിപ്ലോമാറ്റിക്കലി അവർ എവിടെയൊക്കെ കളിക്കണോ അവിടെയൊക്കെ കൃത്യമായിട്ട് അവർ കളിക്കും. പക്ഷേ ഖത്തറിനോടുള്ള വിയോജിപ്പ് ഇസ്രായേൽ ഓപ്പൺ ആയിട്ട് തന്നെ തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ രണ്ട് രാജ്യങ്ങളുമായിട്ടും അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണ്. അമേരിക്കയ്ക്കുള്ളിൽ നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അമേരിക്ക പുഷ്ടിപ്പെടുന്നുണ്ട്. അതിൽ യാതൊരു മാറ്റമില്ല. 2019 തന്നെ ഡൊണാൾഡ് ട്രംപ് GE എയറോസ്പേസ് എന്ന് പറഞ്ഞ ആ കമ്പനിയുമായിട്ട് ഖത്തറിന് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ എയർവേസിന്റെ എഞ്ചിൻ മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ GE കമ്പനിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തത് 2019. ഇപ്പോഴും അത് ആക്റ്റീവാണ്. ഇതുവരെ ഏതാണ്ട് ബോയിങ് 787 കാറ്റഗറിയിൽപ്പെട്ട 9 എയർക്രാഫ്റ്റുകൾക്ക് എഞ്ചിൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ കോൺട്രാക്ടിന്റെ ബേസിസിൽ. അപ്പൊ ഇതൊക്കെ കൊണ്ട് 2017 ഖത്തറിനെ തള്ളിപ്പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇത്തവണ ഖത്തറിനെ വാനോളം പുകഴ്ത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും ഖത്തർ ഒരിക്കലും അമേരിക്കയ്ക്ക് ഈവിലല്ല. ഖത്തർ പണം കായ്ക്കുന്ന ഒരു മരമാണ്. പിന്നെ തീർച്ചയായിട്ടും ഖത്തറിനെ നന്മയുടെ പ്രതീകമായിട്ട് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതിന് ഡൊണാൾഡ് ട്രംപിന് ഒരു മടിയില്ല. ഇവിടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫേസ് വാല്യൂ, അതായത് എവിടെ എന്ത് പറയണം, കുറച്ച് പൈസ തന്നാൽ നല്ലവനാണ്, പൈസ തന്നില്ലെങ്കിൽ അവൻ കൊള്ളാത്തവനാണ്. ഈ നിലയിലാണ് പുള്ളിക്കാരന്റെ നിലപാട് മാറ്റം. ഈ നിലപാട് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖത്തറിന്റെ പ്രവൃത്തികളെ ഒരിക്കലും ട്രംപ് ഗണിക്കുന്നില്ല. ഖത്തറിന്റെ തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന പ്രവൃത്തിയെ ഒരിക്കലും ട്രംപ് ഒരു വിധത്തിലും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. അതിന് പകരം ട്രംപ് വാനോളം പുകഴ്ത്തുകയാണ് ഖത്തറിനെ. ഖത്തറിന്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ആ രണ്ട് സൈഡും കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് പറയാൻ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പണം ട്രംപിന്റെ കാഴ്ചയെ മറച്ചിരിക്കുന്നു. സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് യഥാർത്ഥത്തിൽ എഗ്രിമെന്റിൽ അവർക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനുള്ള പെർമിഷനാണ് ട്രംപ് കൊടുത്തിരുന്നത്. പക്ഷെ അതിനോടൊപ്പം ഇപ്പം എൻറിച്ച്മെന്റിനുള്ള, യുറേനിയം എൻറിച്ച്മെന്റിനുള്ള പെർമിഷനും കൂടി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് വാർത്ത. ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. ഇത് വൈകാതെ തന്നെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറാന്റെ വിഷയവുമായിട്ടാണ് ഇതിനെ നമ്മൾ കോർത്തിണക്കി നോക്കേണ്ടത്. കാരണം ഈ ഏരിയയിൽ ഒരു ഡോമിനേഷൻ ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയാണ്. പ്രത്യേകിച്ച് ട്രംപ് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സൗദി അറേബ്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം, അമേരിക്കയുടെ പല എഗ്രിമെന്റുകളും സ്വന്തമാക്കണം എന്നുള്ളതാണ് MBSന്റെ താല്പര്യം. ഇതിന് പല രീതിയിലുള്ള ഡെമോക്രറ്റുകൾ വന്നു കഴിഞ്ഞാൽ MBSനെ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് മിഡിൽ ഈസ്റ്റിൽ മാറാൻ വിടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിക്കൊണ്ടിരുന്ന മാധ്യമപ്രവർത്തനായ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളൊരു കൊലപാതകി എന്നുള്ള നിലയിലാണ് ഡെമോക്രറ്റുകൾ എപ്പോഴും അഡ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, ഇതുപോലെയുള്ള ചില ഒക്കേഷൻസിൽ ഇതൊക്കെ വിളിച്ചു പറയും അമേരിക്ക. അത് ശരിക്കും MBSന് ഒരു ബാക്ക് ഡ്രോപ്പ് ആയിരുന്നു. ഇപ്പൊ ട്രംപ് വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സൗദി അറേബ്യ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പവർ ആയിട്ട് മാറണം മിഡിൽ ഈസ്റ്റിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കയുമായിട്ട് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് MBS തയ്യാറാകുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടും അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പല എഗ്രിമെന്റുകൾ സ്വന്തമാക്കണമെന്നാണ് MBSന്റെ താല്പര്യം. പക്ഷേ ഇത് ഇസ്രായേൽ ഒരു പരിധിവരെ ഇതിന് തടസ്സമാണ്. കാരണം സൗദി അറേബ്യ പറഞ്ഞത് പലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കാതെ ഇസ്രായേലുമായിട്ട് ഒരു നോർമലൈസേഷൻ ഇല്ല എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഇത് പാലസ്തീനികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യ ചെയ്യുന്ന വിഷയമല്ല, സൗദി അറേബ്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പാലസ്തീനെ ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഉറപ്പായിട്ടും 100% പാലസ്തീൻ സ്റ്റേറ്റ് എന്നുള്ളത് സൗദി അറേബ്യയ്ക്ക് ഒരു വിഷയമേ അല്ല. അതിനെ നീക്കി അപ്പാടെ മാറ്റി വെച്ചിട്ട് ഇസ്രായേലുമായിട്ട് അബ്രഹാം അക്കോർഡ് ശക്തമായ രീതിയിൽ സൈൻ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ, ഇപ്പൊ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS ആയിക്കോട്ടെ, പുള്ളിയുടെ പാലസ്തീൻ സ്റ്റേറ്റ്ഹുഡിനെ വെച്ചുകൊണ്ടുള്ള ഇരട്ടത്താപ്പ്, അതുപോലെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ്, അതായത് അറബ് രാജ്യങ്ങളെല്ലാം ഒരു തരത്തിലൊരു സൈഡിൽ നിലനിർത്തിക്കൊണ്ട് അവരുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലൂടെ ഖത്തറിനെ പുകഴ്ത്തിക്കൊണ്ടുവരുന്ന പുതിയ നിലപാട്, ഇതാണ് ഇവരുടെയൊക്കെ ഹിപ്പോക്രസി. ഈ ഹിപ്പോക്രസിയാണ് നമ്മളിവിടെ എടുത്തു പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.